സഹോദരങ്ങളെ, ഇത് രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പാണ്. അതാണ് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നത്. ഇവിടെ 100 പേർക്ക്, അതായത് 100 കുടുംബങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിധവകളായ ആളുകൾക്ക് അരി കൊടുക്കണം, 5 കിലോ അരി വീതം കൊടുക്കണം എന്ന് നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചത് ജുബൈർ ഭായി ആണ്. അദ്ദേഹം അത് പറഞ്ഞെങ്കിലും നമുക്ക് 100 പേർക്ക് ഒരുമിച്ച് കൊടുക്കാൻ സാധിച്ചില്ല. ആദ്യത്തെ ദിവസം നമ്മൾ 20 പേർക്കാണ് കൊടുക്കാൻ സാധിച്ചത്, പിന്നത്തെ ദിവസം 24 പേർക്കും. അങ്ങനെ 44 പേർക്ക് നമ്മൾ കൊടുത്തു. ബാക്കി 56 പേർക്ക് കൊടുക്കണമായിരുന്നു. അത് പിന്നീട് നമ്മൾ 16 പേർക്ക് മറ്റൊരു ദിവസം കൊടുത്തു. ഓരോ ഏരിയയിൽ പോയിട്ടാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും എത്തിക്കണമല്ലോ. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തന്നെ വേണ്ട എത്തിക്കാൻ. അങ്ങനെ ആ 16 കൊടുത്തപ്പോൾ പിന്നെ ഉള്ളത് 40 പാക്കറ്റാണ്. ആ 40 പാക്കറ്റ് നമ്മളൊരു വലിയൊരു കോളനി തന്നെ ചെന്നു. അവിടെ ചെന്ന് ഓരോ വീടുകളും അന്വേഷിച്ച് അവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിധവകളും അതുപോലെ വീട്ടിൽ അസുഖമുള്ളവരും അതുപോലെ വയസ്സായ ആളുകളുള്ള വീടുകളിലൊക്കെയാണ് ടോക്കൺ കൊടുത്തത്. ആ ടോക്കണും കൊണ്ട് വരുന്ന അവിടുത്തെ വീട്ടമ്മമാരാണ് ഇത്. അങ്ങനെ ഈ 40 പാക്കറ്റ് നമ്മൾ ഇന്ന് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ജുബൈർ ഭായി തന്ന 100 പാക്കറ്റും ഇതോടെ കൊടുത്തു തീർക്കുകയാണ്. ഇതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും സർവശക്തനായ നാഥൻ അനുഗ്രഹവും നൽകട്ടെ. ആയുസ്സും ആരോഗ്യവും സമാധാനവും സംതൃപ്തിയും സമ്പത്തും നമുക്കെല്ലാവർക്കും സർവശക്തനായ നാഥൻ നൽകട്ടെ. ആമീൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കും. നമുക്കത് ഏറ്റവും അർഹരായ ആളുകളിലേക്ക് തന്നെ ഇതുപോലെ എത്തിക്കാം. ഇനി നമുക്കുള്ളത് മറ്റ് 2 പേര് കൂടി നമുക്കിതുപോലെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു 30 വീടുകളിലേക്ക് കൊടുക്കാനുണ്ട്, അതുപോലെ വേറെ 20 വീടുകളിലേക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ നമ്മളെ ഏൽപ്പിച്ച ഓരോന്നായിട്ട് ടിക്ക് മാർക്ക് ചെയ്ത് ഓരോന്നും കൊടുത്തു വരികയാണ്. സർവശക്തനായ നാഥൻ ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകൾക്കെല്ലാം അനുഗ്രഹം നൽകട്ടെ. ഇതിനു വേണ്ടി സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നതും ഒരു സഹായമാണ്. ഈ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റുകൾ എഴുതുന്നതും ഒരു സഹായമാണ്. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതിനേക്കാൾ വലിയ സഹായമാണ്. എന്തായാലും ഇതിനു വേണ്ടി പണം അയച്ചു തന്ന ജുബൈർ ഭായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വരാത്ത വിധം സർവശക്തനായ നാഥൻ അദ്ദേഹത്തെ കാത്തുരക്ഷിക്കട്ടെ. അദ്ദേഹം ഏതോ ഒരു രാജ്യത്തിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി സഹായം അയച്ചത്. ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സർവശക്തനായ നാഥൻ ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കർമ്മം ചെയ്യുന്നു. ഇദ്ദേഹം കുടുംബം ഇല്ലാത്ത ഒരാളാണ്, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ തേടി പിടിച്ച് അദ്ദേഹത്തിന് അത് കൊണ്ടുപോയി കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹം വരാൻ കുറച്ച് വൈകി, എന്നാലും അദ്ദേഹത്തിന് നമുക്കത് കൊടുക്കാൻ സാധിച്ചു. ഇതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എല്ലാവർക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ ആമീൻ ആമീൻ.